അവിടെ നിന്ന് തന്റെ പൊന്നാര മക്കളെ പനി മാറുന്നതിന് വേണ്ടി കുടുംബസമേതം നോമ്പ് പിടിക്കാമെന്ന് പറഞ്ഞു നേർച്ച ചെയ്തു. അങ്ങനെ ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും രണ്ടു മക്കളും നോമ്പ് പിടിച്ചു. ഒന്നാമത്തെ ദിവസമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു നോമ്പ് പിടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അലിയാർ തങ്ങളും രണ്ടു മക്കളും നോമ്പാ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 ചപ്പാത്തിയാണെന്ന് വീട്ടിലുണ്ടായിരുന്നത്. 4 റൊട്ടി കഷ്ടമുണ്ടാക്കി. അവസാനം നോമ്പ് മുറിക്കാൻ സമയമായി. നോമ്പ് മുറിക്കുന്നതിന്റെ സമയം ഇങ്ങനെ അടുത്തു വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിലേക്ക് അതാ ഒരു മനുഷ്യന് കടന്നു വരുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. എന്റെ പ്രിയപ്പെട്ടവരെ, നോമ്പ് തുറക്കാൻ സമയമായി. ആ വൈകുന്നേര സമയമായപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരുന്നു. യാ അഹ്ല ബൈത്ത് റസൂലില്ലാഹ് അഈനൂനി. ഒരു പാവപ്പെട്ട മിസ്കീനായ മനുഷ്യൻ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല, ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് കഴിക്കാനൊന്നുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും തന്നെ സഹായിക്കണേ എന്ന് രാവിലെ മുതൽ പ്രഭാതം വരെ പ്രദോഷം വരെ നോമ്പ് പിടിച്ച് ആ നോമ്പ് മുറിക്കാനിരിക്കുന്ന അവസാന സമയത്ത് വന്നിട്ട് ചോദിക്കുമ്പോ വീടിന്റെ അകത്ത് നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന 4 ചപ്പാത്തി എടുത്തിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്കീനായ മനുഷ്യന് കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ 2 മക്കൾ ഇങ്ങനെ നോക്കിയിരിക്കുക. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, രണ്ടുപേരും ചെറിയ കുട്ടികളാ. അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുക. നോമ്പ് തുറക്കാൻ വേണ്ടി വെച്ചിരുന്ന 3-4 ചപ്പാത്തി എടുത്തിട്ട് ഉമ്മാ ആ പാവപ്പെട്ടവന് കൊടുത്തു വിട്ടു. ആ മനുഷ്യൻ അതുമായി സന്തോഷത്തോടെ പോയി. അന്ന് ഒരു പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു. രാത്രി കഴിക്കാനൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാവിലെ പച്ചവെള്ളവും കാരക്കയും തിന്നിട്ട് വീണ്ടും നോമ്പ് പിടിച്ചു. 2ാമത്തെ ദിവസവും നോമ്പ് പിടിച്ചു. അന്നുണ്ടായിരുന്ന അലിയാർ തങ്ങൾ അവിടെ നിന്ന് കച്ചവടം കഴിഞ്ഞ് കിട്ടി അത് ബാക്കിയുണ്ടായിരുന്ന മാവ് കൊണ്ടുവന്നിട്ട് 4 റൊട്ടി ഉണ്ടാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, അന്നും വൈകുന്നേര സമയം നിങ്ങൾ ചിന്തിക്കണം, തലേ ദിവസം നോമ്പ് മുറിക്കാനൊന്നുമില്ല, നോമ്പ് പിടിക്കാനൊന്നുമില്ല. അവസാനം 2ാമത്തെ ദിവസം നോമ്പ് പിടിച്ചു. നോമ്പ് മുറിക്കാൻ സമയമായപ്പോ 4 ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് കടന്നു വരുന്നത് യതീമായ ഒരാൾ. വീടിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ യാ അഹ്ല ബൈത്ത് റസൂലില്ലാഹ് അഈനൂനി. 2ാമത്തെ ദിവസം ഒരു യതീമായ ഒരു കുട്ടി കടന്നു വന്ന് ഒരാൾ വന്നിട്ട് പറയുന്നു, ഞാൻ യതീമ, കഴിക്കാൻ ഭക്ഷണമില്ല, എന്നെ ഒന്ന് സഹായിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ സഹായിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ ആഗ്രഹത്തോടുകൂടി ഭക്ഷണത്തിലേക്ക് നോക്കിയിരുന്ന മക്കളുടെ മുന്നിൽ നിന്ന് 4 ചപ്പാത്തിയും എടുത്ത് 2ാമത്തെ ദിവസവും ആ യതീമായ മനുഷ്യന് സദഖ കൊടുത്തു. 2ാമത്തെ